ഞാനിപ്പോൾ എടപ്പള്ളി പോകുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. ആദ്യം ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് ഒരുമിച്ചൊന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി പള്ളിയിൽ പോയിട്ട് അനിയത്തിക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര റെയറാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് കടയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ മാത്രമേ പോകത്തുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കടമയാണല്ലോ അച്ഛനമ്മേനെയൊക്കെ പുറത്ത് കൊണ്ടുപോകേണ്ടത്. കൂടെ അല്ലിമയുണ്ട് കേട്ടോ. ഇത്തവണ പള്ളിയിൽ പോയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കോളൂ. അച്ഛന് പ്ലാന്റ്സിനോടാണ് താല്പര്യം, അമ്മയ്ക്ക് ഇങ്ങനത്തെ സ്വീറ്റ്സും കാര്യങ്ങളോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഒരു കരിമ്പൻ ജ്യൂസ് കുടിച്ചിട്ടോ. അവർ നാരങ്ങയൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അല്ലിക്കാണെങ്കിൽ കോട്ടൺ ക്യാൻഡി കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരെണ്ണം വാങ്ങിക്കൊടുത്തു. പിന്നെ അച്ഛൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അച്ഛന് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കുറേ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. രാത്രിയാണ് കേട്ടോ, ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പള്ളി കാണാനായിട്ട്. പക്ഷേ എന്നാൽ നല്ല ബ്ലോക്കും ഉണ്ട്. പള്ളിക്ക് ചെന്നിട്ട് ഫുഡൊക്കെ കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയ ചെടികൾ. ഇതൊക്കെ എത്ര നാളിങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല. അമ്മ ഒരുപാട് പറഞ്ഞായിരുന്നു വാങ്ങണ്ട, പെട്ടെന്ന് പോകുമെന്ന്. പക്ഷെ അച്ഛൻ്റെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തു. തിരിച്ച് വണ്ടിയൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഓട്ടോയ്ക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലിയെ നോക്കിക്കേ, ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ അനങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റേതായ കുറച്ച് പിണക്കത്തിലാണ് ആൾ. പള്ളിയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആൾ അത്രയും നേരം അടങ്ങിയിരുന്നോളൂ. വീട്ടിലെത്തിയ ഉടനെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു മുല്ലച്ചെടിയാണ്, അത് ഞാൻ പോട്ടിലേക്ക് മാറ്റി കേട്ടോ. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇത് ഞങ്ങൾ ആമ ബിസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയുള്ള നെക്സ്റ്റ് വീഡിയോ കാണാം.